ആകാശത്ത് പറക്കുന്ന വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങുകയാണെങ്കിൽ പറത്തിയത് സ്ത്രീയായിരിക്കും. കഴിഞ്ഞ ദിവസം അന്തരിച്ച അജിത് പവാർ പറഞ്ഞ ഒരു വാചകമാണിത്. ഈ വാചകം ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നു. ജീവിതം നമുക്കൊരിക്കലും പ്രവചിക്കാനാകാത്തതാണ് എന്ന് കാട്ടിത്തരുന്ന അദ്ദേഹത്തിന്റെ ഒരു പഴയ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് ഏകദേശം 2 വർഷം മുൻപ് എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് വീണ്ടും പ്രചരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന വിമാനം സുരക്ഷിതമായി നിലത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പിക്കാം അത് പറത്തിയത് ഒരു സ്ത്രീയായിരിക്കും എന്നാണ് 2024 എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുറിച്ചത്. വ്യോമയാന മേഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവർക്കുള്ള ആദരവ്, വനിതാ പൈലറ്റുമാരുടെ കഴിവ്, കൃത്യത, ഇതിനെയൊക്കെ അഭിനന്ദിക്കുക, അംഗീകരിക്കുക, ഈ ലക്ഷ്യങ്ങളോടെയാണ് 2024 ജനുവരി 18 അദ്ദേഹം അത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചത്. 2026 മറ്റൊരു വിമാനാപകടം ജനുവരിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തപ്പോൾ പഴയ പോസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ്. പൂനെയിലെ ബാരാമതിയിൽ ബുധനാഴ്ച ഉണ്ടായ വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വിമാനം പറത്തലിൽ ഏറെ അനുഭവ സമ്പത്തുള്ള സുമിത് കപൂർ ആയിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ. 1500 മണിക്കൂറിലേറെ നേരം വിമാനം പറത്തി പരിചയമുള്ള ആളാണ് അദ്ദേഹം. വിമാനത്തിലെ കോക്ക് പൈലറ്റ് ശാംഭവി പഥക്കായിരുന്നു. ശാംഭവിക്കും 1500 മണിക്കൂർ പറക്കൽ പരിചയമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക തകരാർ പോലുള്ള ഘടകങ്ങളാണോ അപകടത്തിന്റെ കാരണം എന്ന് കണ്ടെത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രമങ്ങൾ ആരംഭിച്ചു എങ്കിലും അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. അജിത് പവാറിന്റെ മുൻ ട്വിറ്റർ പോസ്റ്റും വിമാന അപകടവും സൂചിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പ്രവചനാതീതമായ സംഭവത്തെയാണ് എന്നും ഈ യാദൃശ്ചികതയെ ഹൃദയഭേദകമെന്നും ക്രൂരമായ വിരോധാഭാസം എന്നും വിളിക്കാനാണ് തോന്നുന്നത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ വരുന്നു. അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തിലെ കോക്പിറ്റിൽ പുരുഷ പൈലറ്റും ഒരു സ്ത്രീ പൈലറ്റും ഉണ്ടായിരുന്നു. അവരുടെ പരിചയസമ്പത്തിനും മിടുക്കിനും അതീതമായ ദുഷ്കരമായ സാഹചര്യങ്ങളാകാം വിമാനാപകടത്തിലേക്ക് വഴിതെളിച്ചത് എന്നും ചിലർ പറയുന്നു. ബാരാമതിയിൽ അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിൽ വിമാനം പറത്താൻ കമ്പനി നിശ്ചയിച്ചിരുന്നത് ആദ്യം മറ്റൊരു പൈലറ്റിനെയാണ്. യാത്ര ആരംഭിക്കാനുള്ള അവസാന മണിക്കൂറുകളിലാണ് സുമിത് കപൂറിനെ ചെറുവിമാനം പറത്താൻ നിയോഗിച്ചത് എന്നാണ് വിവരം. ബോംബെയിൽ നിന്നും വിമാനം പറത്തേണ്ടിയിരുന്ന പൈലറ്റ് നഗരത്തിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടെത്താൻ വൈകിയതോടെയാണ് സുമിത് കപൂർ നിയോഗിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകട കാരണമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. എന്നാൽ സുമിത് കപൂറിന് 16,000 മണിക്കൂറോളം വിമാനം പറത്തിയുള്ള അനുഭവ പരിചയമുണ്ട് എന്നും തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുമാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മുൻപ് സഹാറ ജെറ്റ് എയർവേസുകളിൽ കപൂർ പൈലറ്റായി ജോലി ചെയ്തിട്ടുണ്ട്. അപകടത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സുമിത് കപൂർ ഹോങ്കോങ്ങിൽ നിന്ന് മടങ്ങി വന്നത്. സുമിത്തിന്റെ മകനും മരുമകനും പൈലറ്റുമാരാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പ് റാലികൾക്കായിട്ടാണ് പവാർ സ്വന്തം നാടായ ബാരാമതിയിലേക്ക് പോയത്. ദില്ലി ആസ്ഥാനമായ വിമാന കമ്പനിയുടെ ബിസിനസ് ജെറ്റാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചത്. അപകടത്തിൽ സുമിത് കപൂറും സഹ പൈലറ്റ് ശാംഭവി പഥക്കും മരിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.